ഇതൊന്ന് നടക്കാൻ പോയിട്ട് വരുന്ന സമയത്ത് റോഡിൽ നിന്ന് പൊട്ടിച്ചതാണ് കേട്ടോ. നമ്മുടെ ഖത്തറിലൊക്കെ റോഡ് സൈഡുകളിൽ ഇഷ്ടം പോലെ മുരിങ്ങയുടെ മരങ്ങളുണ്ട് കേട്ടോ. അതിൽ നിന്നുള്ള ഒരു കുറച്ച് പൊട്ടിച്ചെടുത്തതാണ്. നമ്മുടെ നാട്ടിലെ പോലെ അത്ര മൂത്ത മുരിങ്ങയിലല്ല കിട്ടിയിട്ടുള്ളത്, ചള്ളാണ്. ഇതിൽ നിന്ന് നല്ലത് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. തോരന് വേണ്ടിയിട്ടാണ് കേട്ടോ, മുരിങ്ങയില തോരന്. വൃത്തിയാക്കി വന്നപ്പോൾ ഏകദേശം ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴുകി ഊറ്റി വെച്ചിട്ട് നമുക്കിത് തോരൻ വയ്ക്കാം. നമ്മുടെ മുരിങ്ങയില തോരൻ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, അതുപോലെ തന്നെ 4-5 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം ഒരു വറ്റൽമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ മുരിങ്ങയിലയിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മുരിങ്ങയിലയ്ക്ക് ഒരുപാട് വേവില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വാടി കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം നമ്മുടെ മുരിങ്ങയിലൊക്കെ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച മുട്ടയാണ് കേട്ടോ. ഒരു മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മുട്ടയും ഈ മുരിങ്ങയിലയായിട്ട് ഒന്ന് മിക്സായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഈ മുരിങ്ങയിലയ്ക്ക് ഒരു ചെറിയൊരു കയ്പ്പ് രുചിയുണ്ട്. അപ്പോൾ അതൊന്ന് മോഡറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. മുരിങ്ങയിലയിൽ മുട്ട ചേർത്ത് കഴിക്കുന്നത് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് ചിക്കി എടുക്കണം. ഇനി ഈ മുരിങ്ങയില മുട്ട ചേർത്ത് ഇങ്ങനെ തന്നെ കഴിക്കാം. ഇതൊരു രുചിയാണ്. പക്ഷെ ഞാൻ ഇതിൽ ഒരല്പം കൂടി നാളികേരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാലാണ് ആ ഒരു ടേസ്റ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഒരല്പം നാളികേരം, ഒരൊറ്റ പിടി നാളികേരം ഉള്ളൂ കേട്ടോ, വളരെ കുറച്ച് മാത്രം. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ മുരിങ്ങയില, മുട്ട, നാളികേരം ചേർത്തിട്ടുള്ള തോരൻ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. അത് അഭിപ്രായങ്ങളും പറയാൻ മറക്കരുത് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഈ മുരിങ്ങയില തോരൻ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. എപ്പോഴും ഒരേ രുചി മാത്രം പരീക്ഷിക്കുന്നതിനേക്കാളും നല്ലത് വെറൈറ്റി രുചികളും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള മുരിങ്ങയില തോരൻ ഇവിടെ തയ്യാറാണ്. അപ്പോൾ മുരിങ്ങയില മുട്ടത്തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.